ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അർഷൂട്ട് ആദ്യത്തെ ഓട്ടോറിക്ഷ യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഇടിച്ച് വർക്ക്ഷോപ്പിൽ കയറ്റിയതുകൊണ്ടും വീട്ടിലത്തെ വണ്ടി എന്തോ ആവശ്യത്തിന് ആകാശ് കൊണ്ടുപോയതുകൊണ്ടും ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ ഓട്ടോ വിളിക്കേണ്ടി വന്നു. ഡോക്ടർ 5 മണി വരെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചാടി പിടിച്ച് റെഡിയായി ഓടിയാണ് കേട്ടോ വന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പോയിട്ടുണ്ടായില്ല, ഹോസ്പിറ്റലിൽ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. ഇവനുണ്ടായപ്പോൾ മുതൽ ഞാൻ 3 മാസം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തോട്ട് പോകുന്നത് വരെ ഇവനെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണ് കേട്ടോ ഇത്. അങ്ങനെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ ഓട്ടോ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ടെൻഷൻ കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞങ്ങളിപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ ബൈക്കിൽ പോകുന്ന കണ്ടിട്ട് അവൻ അങ്ങോട്ട് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ 2 പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കളിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ആശാന് വലിയ ബോറടിയൊന്നും ഉണ്ടായില്ല. വണ്ടി കയറിയപ്പോൾ ആദ്യം വരെയൊക്കെ ഇരുന്നെങ്കിലും പിന്നെ ഓട്ടോയുടെ കമ്പി കണ്ടപ്പോൾ ആശാൻ ഓട്ടോയുടെ കമ്പിയിലൊന്ന് പിടിച്ചിരിക്കണം എന്നായി. പിന്നെ മുന്നോട്ട് ചാഞ്ഞ് കമ്പിയിലൊക്കെ പിടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. എന്ത് ചെയ്തിട്ട് പിടിവിടുന്നുണ്ടായില്ല. അതിനിടയ്ക്ക് അച്ഛൻ അവനെ വിളിച്ച് ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആശാന് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ഓട്ടോയുടെ കാഴ്ചയും ഓട്ടോയുടെ സൈഡിൽ കൂടെയുള്ള കാഴ്ചയും റോഡിലുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബോറടിച്ച് പിന്നെ ഞങ്ങൾ മെല്ലെ നിലത്തോട്ടൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നിന്നായിട്ട് കാഴ്ച കാണൽ. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോയുടെ മീറ്ററിൻ്റെ കമ്പിയിലൊക്കെ പിടിച്ച് വലിച്ച് പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ പിടിച്ച് മാറ്റിയൊക്കെ വെച്ചതാണ്. നിലത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, തല പോയി കമ്പിയിൽ ഇടിക്കും കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ഇടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഹീറോയിസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആശാൻ. ആദ്യത്തെ ഒരു റൗണ്ട് എൻ്റെ കയ്യിൽ ഇരുന്ന് പിന്നെ നിലത്തിറങ്ങി നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ അജിൻ്റെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ബോറടിച്ച്. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്ന ആലോചിച്ചിട്ട് വഴക്ക് കൂടിയപ്പോൾ ഞങ്ങൾ പിന്നെ മെല്ലെ നൈസായിട്ട് ഞങ്ങളുടെ രണ്ടിൻ്റെ ഇടയിൽ ഓട്ടോയിലോട്ടൊക്കെ നിർത്തി. അപ്പോൾ പിന്നെ പുറകിൽ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഓട്ടോ ചേട്ടൻ്റെ പുറകിൽ ആ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തിൻ്റെ അവിടുന്ന് എത്തിപ്പിടിച്ച് എന്തൊക്കെയോ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. തലകുത്തി താഴെ പോകുന്ന വിചാരിച്ച് കാലെ പിടിച്ച് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ വീട്ടിലെത്തുന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ.